നമസ്കാരം, ഡെമോക്രസിയിലേക്ക് സ്വാഗതം. അഴിമതിയും അന്യായവും ഒന്നും വെച്ചു പൊറപ്പിക്കാത്ത ആളാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. സമത്വസുന്ദര കേരളം കെട്ടിപ്പടുക്കാനായി അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വലിയ ജനാധിപത്യവാദി ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ അജണ്ടയാണ്. ജനം എന്ന നിർവചനത്തിൽ സത്യസന്ധരും സാധാരണക്കാരും മാത്രമല്ല, കള്ളനും കൊലപാതകിയും കുത്തക മുതലാളിയും ഒക്കെ ഉണ്ടെന്ന് ഉമ്മൻചാണ്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ തന്നാലാകുന്നതുപോലെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും. പക്ഷേ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഈ ഉദ്ദേശശുദ്ധി മനസ്സിലാകില്ല. ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം. മുൻകൂർ നോട്ടീസിന് നന്ദി. കൊല്ലം കുറെ ആയില്ലേ നമ്മൾ തമ്മിൽ ഈ അടി പൊള്ളി തുടങ്ങിയിട്ട്. നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം. കരള് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത്. മീര എനിക്കുള്ളതാണ്. അല്ല, എനിക്കുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഞാൻ 1.5 വയസ്സിൽ മൂത്തല്ലേ. അത് റെക്കോർഡ് പ്രകാരം ശരിക്കുള്ള വയസ്സ് എത്രയാണെന്ന് നേരത്തെ തീരുമാനിച്ച കാര്യം. അതെ, നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്ത് പുരുഷു കമ്മട്ടം കളവ് പോലെ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ജേക്കബ് തോമസിനെ വീണ്ടും സ്ഥലം മാറ്റിയാണ് ഉമ്മൻചാണ്ടി തൻ്റെ നീതിബോധം പ്രകടിപ്പിച്ചത്. നേരത്തെ ജേക്കബ് തോമസ് വിജിലൻസിലിരുന്ന് ബാർക്കോഴ കേസിന്റെ അന്വേഷണം നടത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ നീതിബോധം അണപൊട്ടിയിരുന്നു. ജയിക്കില്ലടാ നീയൊന്നും ഒരിക്കലും ഇവിടെ. ആ ബോധം ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത്. കേറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ, നിന്റെ സെൻട്രൽ സോൺ, അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ, എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട്. അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ. ഞാൻ പറയുന്ന പോലെ ആർക്കോടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ. എന്തിനെ? മീനച്ചിലാറിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ. പിന്നെയാണോ കാറ്റിയിട്ട് ഈ അക്കാഞ്ഞി മാടന്മാർ? താൻ വെറുതെ കിടന്ന് വിറയ്ക്കാതടൂ. ഈ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫർ എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജൂണിലാണ് ഞാൻ ഫയർഫോഴ്സിലേക്ക് വന്നത്. അവരൊന്ന് വിജിലൻസ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങി. അതും പകുതി വഴി ആയതിനെ അവിടുന്ന് മാറ്റി. അത് ഇവിടെ വന്നിട്ട് ഞാൻ 175 കോടിയുടെ ഒരു പദ്ധതി ഉണ്ടാക്കി, മനുഷ്യരുടെ ജീവന് ഒരു സുരക്ഷ നൽകാൻ വേണ്ടി. അപ്പൊ അവിടുന്ന് 3 മാസം കഴിയുമ്പോൾ അവിടുന്ന് മാറ്റി. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഓർഡർ കിട്ടിയിട്ടില്ല. അവിടെ പിന്നെ ഞാൻ എന്തെങ്കിലും തുടങ്ങിയാൽ മാറ്റുമെങ്കിൽ പിന്നെ ഞാൻ തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ആരെങ്കിലും പറയേണ്ടതുണ്ട്. ഇവനെന്നാ ഞങ്ങളെ അങ്ങ് വാരി വിഴുങ്ങുവോ? ഇച്ചിരി കൂടി അങ്ങ് വാരി വിളമ്പി കൊടുമാവച്ചാ നിറയട്ടെ വയറ്. സർക്കാരിനെ തിരുത്താൻ നീ ആരാടാ? വത്തിക്കാനിൽ നിന്ന് വന്ന മാർപ്പാപ്പായോ? അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്ക് വൽപ്പാനോ? പരിഹാസി. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്രികളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നത്. ഇത് ഞാൻ പറയത്തില്ല. വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വല്ലീശോയോ? മുഴുവത്തിക്കുന്നതിന് മുമ്പേ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി തുടങ്ങാണ്ട എന്നുകൂടെ സർക്കാർ പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണ ലോബിക്കെതിരെ നടപടികൾ ശക്തമാക്കിയപ്പോഴാണ് ജേക്കബ് തോമസിന്റെ സ്ഥാനചലനം. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി. ചെന്നിത്തലയും മഞ്ഞളാംകുഴി അലിയുമായിരുന്നു മുൻപിൽ. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ഓരോ സമയത്ത് സർക്കാരിന് മാറ്റേണ്ടി വരും. അത് ഒരു റൊട്ടീൻ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം ഒരു മാസത്തെ ലീവായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അത്യാവശ്യമായി വന്നതുകൊണ്ട് അദ്ദേഹം പുതിയ ആളിനെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് മാറ്റുന്നു. അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് അത് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ADGP പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഡിമോഷൻ ആണല്ലോ. അപ്പൊ ഡിമോട്ട് ചെയ്ത് എന്തിനാണെന്നുള്ളതൊക്കെ അത് അതിന്റെ ഒരു സമാധാനം പറയേണ്ടതുണ്ടല്ലോ. അല്ലല്ല, ഉദ്യോഗസ്ഥന്മാരെ മാറ്റേണ്ടത് ഗവൺമെന്റിന്റെ പെറോഗേറ്റീവാണ്. ഗവൺമെന്റ് മാറ്റേണ്ടി വരും. ചില ആൾക്ക് നിയമനങ്ങൾ കൊടുക്കേണ്ടി വരും. അതിന് വലിയ അസാധാരണമായ ഒരു നടപടി ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ക്രെഡിറ്റ് ചെന്നിത്തല മാത്രം കൊണ്ടുപോയാൽ ചാണ്ടിച്ചാന് സഹിക്കുമോ? തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. ഫ്ളാറ്റ് ഉടമകൾ നൽകുന്നത് മുഴുവൻ ഐ ഗ്രൂപ്പുകാർ കൊണ്ടുപോയാലോ? അതിലാരെങ്കിലും പ്രത്യേകം ഒരു ഉത്തരവാദി ഉണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. ക്യാബിനറ്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഈ പ്രശ്നത്തിലൊരു പരസ്യമായൊരു ചർച്ചയ്ക്കൊന്നും മുതിരുന്നില്ല. KPCC നിർവാഹക സമിതി, അതുപോലെ തന്നെ പാർട്ടി സർക്കാർ ഏകോപന സമിതി, അതിനെ തുടർന്ന് ചേർന്ന UDF, ഈ യോഗങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഒരു പൊതു അഭിപ്രായം ഈ അരുവിക്കരയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഇടവരുത്താവുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. മരം മുറിക്കൽ അഗ്നിശമന സേനയുടെ പണിയല്ല എന്ന് പറഞ്ഞ് മറുപടി കിട്ടി. ഈ സർക്കുലറിൻ്റെ പേരില്ല. പത്തനംതിട്ട കഴിഞ്ഞ 6-ാം തീയതി മണ്ണാരക്കുളഞ്ഞിയിൽ മരം വീണ് ഗതാഗതം മുടങ്ങിയപ്പോഴും അഗ്നിശമന സേന വന്നില്ല.
ഇതിന് ജനങ്ങളോട് ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാ. സർക്കാരിനെ ഭരിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം സർക്കാരിന് പിടിപ്പുകേടുണ്ടാകാനില്ല. മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് തന്റെ ഈ കൊച്ചും മോനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും. ചുരുട്ടിക്കെട്ടിയ വാലിനടിയിലെ അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാകും. മാമച്ച പ്ലീസ്. ഇല്ലടോ. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അഗ്നിശമന സേനയുടെ തലവനായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഗവൺമെന്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റും, യാതൊരു സംശയവും വേണ്ട. അതിന് ആഭ്യന്തരമന്ത്രിയെയും നഗരവികസനകാര്യ മന്ത്രിയെയും ഒന്നും അങ്ങനെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് പറയുന്നത് സർക്കാരിനെ ഭരിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ അനുവദിക്കുന്നില്ല എന്ന്. അദ്ദേഹം നിഷേധിച്ചിട്ടുള്ള ഫ്ളാറ്റുകൾ നിഷേധിച്ചതിനെ കുറിച്ചുള്ള ധാരാളം പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതിയെല്ലാം മെരിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിക്കും. അത് ഒന്നടങ്കം ക്യാൻസൽ ചെയ്യുകയും ഒന്നുമില്ല, മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. ഏത് ഉദ്യോഗസ്ഥനായാലും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. പക്ഷേ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിയമപ്രകാരമുള്ളതാവണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ച വന്നതിന്റെ പേരിൽ ഫ്ളാറ്റിന് നിർമ്മാണത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നതിനോട് ഗവൺമെന്റ് യോജിപ്പില്ല. അപ്പോൾ പ്രശ്നം ഫ്ളാറ്റ് നിർമ്മാണം തന്നെ. പറഞ്ഞ് യഥാർത്ഥ വിഷയത്തിൽ മുഖ്യനെത്തി. ജേക്കബ് തോമസ് ഇത്ര വലിയ കുഴപ്പക്കാരനാണെങ്കിൽ ഇനി എന്തൊക്കെയാകും ഉണ്ടാവുക? പണിക്കന്റെ തലയെ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല, പഞ്ചാര അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലല്ലയോ? കൊള്ളിച്ചോറും തീറ്റിച്ച് വടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ. എന്നിട്ട് തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ചൊരിയും. ആർജാക്ക് തിരുനെൽവേലി മൈൽമാർക്ക് പഞ്ചാര അതങ്ങിട്ട് മൂടിവെച്ച് ഒടുക്കത്തെ തൈലംപൂശ് അങ്ങോട്ട് നടത്തും നറുനെയ് കൊണ്ട്. പിന്നെ ഇതുപോലെ ഒരു കൊള്ളി, ഒരൊറ്റ കൊള്ളി മതിയടാ. നിന്റെ ഈ വെള്ളി കെട്ടിയ തടിയുണ്ടല്ലോ, കൊഴുക്കട്ട പായസം പോലെ വഴവഴാന്നിരിക്കും. അലുവ പാകം അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായിട്ടാൽ പൂക്കും. ഈ വണ്ണത്തിലിരിക്കും ഏലക്ക. ജനങ്ങൾ അഗ്നിശമന സേനയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതൊന്നും കിട്ടാതെയാക്കി. വഴിവിട്ട കാര്യങ്ങൾ അംഗീകരിക്കാത്തതായിരിക്കാം ഇത്തരത്തിലുള്ള ഈർഷ്യക്ക് ഇടയാക്കിയിട്ടുള്ളത്. ആ പരാതി കിട്ടിയ സാഹചര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഗവൺമെന്റാ. ആ ഗവൺമെന്റ് അതിന് അവസരത്തിനൊത്ത് പ്രവർത്തിച്ചേ മതിയാവും. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നിന്റെ കുഞ്ഞുമോൻ സാഹിബ്. വിളിക്കടാ ട്രാൻസ്ഫർ. ഇതാ മൈ രോമം, മൈ ഹെയർ. ഇരുട്ടിനെ പൂട്ടാനോ ജനിച്ചവൻ ഞാൻ, തനിച്ചൊരു ലോകത്തെ ജയിച്ചവൻ ഞാൻ. ചെറുക്കുവാൻ പോരല്ലേ പിഴയ്ക്കുമേ ഞാൻ, പടച്ചവൻ നേരിട്ടിന്നയച്ചവൻ ഞാൻ. നല്ലവൻ നീയെങ്കിൽ പരമരുളും ഞാൻ, വില്ലനോ നീയെങ്കിൽ കുളവിളി ഞാൻ. എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, എന്നെ നീ നിന്ദിച്ചാൽ ഉടലറിയും ഞാൻ. സ്നേഹമായി നിന്നാൽ കരുണ തരും ഞാൻ, വേഷമോ കാണിച്ചാൽ മരണം തരും ഞാൻ. കരുക്കളെ നീക്കാനോ പഠിച്ചവൻ ഞാൻ, കളിക്കളം നേടാനോ മിടുക്കണി ഞാൻ. അടൂരിൽ ഫയർ എഞ്ചിൻ പിള്ളേർക്ക് കളിക്കാൻ കൊടുത്തപ്പോഴാണ് അവയുടെ ഉപയോഗം സംബന്ധിച്ച് ജേക്കബ് തോമസ് മാർഗനിർദ്ദേശം നൽകിയത്. അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ പോലുമില്ലാതെ ഫ്ളാറ്റുകൾ മുളച്ചു പൊന്തിയപ്പോൾ അതിന് മൂക്ക് കയറാൻ ശ്രമിച്ചു. അതൊന്നും ശരിയായില്ലെന്ന് ഉമ്മച്ചൻ പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ കണ്ട് ചങ്കുനീറി ദില്ലിയിൽ പോയ സുധീരഗാന്ധിയുടെ കഥ ഇടവേളയ്ക്ക് ശേഷം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഏറ്റവും ഭംഗിയായി പ്രസംഗിക്കുന്ന MLA ആരെന്ന് ചോദിച്ചാൽ അത് ബെന്നി ബെഹനാൻ. കാരുണ്യം തൊട്ടു തീണ്ടാത്തവൻ, കാപട്യം മാത്രമേ കൈമുതൽ. ഇതുവരെ അദ്ദേഹം എത്ര കോടി രൂപയുടെ വികസനം ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെളിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ബെസ്റ്റ് നടന്നെ. സോറി, അതിന് ഞാൻ സോറി പറയുന്നത്. ഇല്ല എന്ന് തുടർ പ്രാവശ്യം പറഞ്ഞു. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. SNDP അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ
ഭാരതീയ ജനതാ പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. ഇല്ല 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 ഇലവ് മരം കാത്ത കിളിയെ പോലായി.